ഉണ്ടെങ്കിൽ നമ്മൾ ചെവി കൊടുക്കാൻ തയ്യാറാകണം. അപ്പോൾ ചെവി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ ഇത് ഈ ജനകീയത എന്ന് പറയുന്ന ഒരു ലേബല് അങ്ങ് വന്നു പോകും. അത്രേ ഉള്ളൂ. അല്ല, ഈ കുടുംബശ്രീയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കേരള വിഷൻ ന്യൂസിന്റെ അടുത്ത ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഓരോ ജില്ലകളിലെയും 10 വീതം മികച്ച കുടുംബശ്രീ സംരംഭകരെ കണ്ടെത്തിക്കൊണ്ട് കേരള വിഷൻ ന്യൂസ് അവർക്ക് അവാർഡ് കൊടുക്കുകയാണ്. കുടുംബശ്രീ മേഖല അത് 12-ന് തുടങ്ങിയാണ് കോഴിക്കോട്. അപ്പോൾ ഞങ്ങളുടെ ഒരു അതെ കോഴിക്കോടാണ് ആദ്യത്തെ പരിപാടി. തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പരിപാടിയിൽ ഇതാ ഞാൻ ഔദ്യോഗികമായിട്ട് മേഡത്തെ ക്ഷണിക്കുന്നു. മേഡം വരണം. കുടുംബശ്രീ എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും. അതെ അതെ, അത് തിരുവനന്തപുരത്ത് വരുമ്പോ ഇനി നമ്മുടെ പിന്നെ എന്താ പറയാ മാനേജ്മെന്റിനോട് പറയാലോ മേഡം തീർച്ചയായിട്ടും കുടുംബശ്രീയുടെ പരിപാടിക്ക് വരുന്നുള്ളത്. നോക്കാം, നമുക്ക് ആ സമയം അറിയണമല്ലോ. പക്ഷേ എപ്പോഴെങ്കിലും ഇതുണ്ടാവും. ഈ മധുരമുള്ള സ്ഥലത്ത് ഈച്ചകളൊക്കെ വരുന്ന പോലാണ് ഇവിടെ വന്ന് ഒരു മുന്തിരിലിടുവാണ്. കാരണം ശാരദാമണി മാം എവിടെ വന്നാലും അവിടെ എല്ലാം പൊതിഞ്ഞ ആൾക്കാരുണ്ട്. നമുക്ക് കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല. വേറെ കാര്യമുണ്ട്, ഈ ഓറ എന്ന് പറയുന്നത് പോസിറ്റീവായ ഒരു ഓറ വരുമ്പോൾ നമ്മൾ അതിന്റെ ആ ഓറയുടെ ചുറ്റും നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മേഡം എന്ന് തോന്നുന്നത്. രേണുക നേരത്തെ ഒരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു മേഡം. എന്താണെന്നറിയോ, മേഡത്തിന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യണമെന്ന്. നന്നായിട്ട് ഡാൻസ് ആടുവോ? രണ്ട് ഡാൻസ് ആടും. ഞാനും ഉണ്ട്. 2 ശക്തരായ ഡാൻസർമാർക്കൊപ്പം അത്രയൊന്നും അറിയാത്ത ഒരു സ്റ്റെപ്പ് മാത്രം മമ്മൂക്കൊക്കെ കളിക്കുന്ന പോലെ. മമ്മൂക്ക നല്ല ഡാൻസറാണ്, പക്ഷെ എങ്കിൽ പോലും ചില സിനിമകളിൽ കാണിക്കുന്ന പോലത്തെ സ്റ്റെപ്പ് ഞാനും കാണിക്കുന്നതായിരിക്കും. നോക്കാം. ഏതാ പാട്ട്? നാടിൻ നന്മകൾ. യെസ് മാം ശരിക്കും വൈറൽ ചീഫ് സെക്രട്ടറി ആണ്. എനിക്കതാണ് തോന്നുന്നത്. വൈബ്. കാരണം ഇപ്പോഴത്തെ യുവത്വത്തിന് എല്ലാവർക്കിടയിലും ഇറങ്ങി ചെല്ലുന്ന ചീഫ് സെക്രട്ടറി പേര് വെച്ച് ആരും അറിയാത്തില്ലെന്ന് പറയത്തില്ല. ശാരദാമണി മാം എന്ന് പറയും. ചീഫ് സെക്രട്ടറി പൊളിയാണ്, വൈബാണ്. എന്നാൽ സർവീസിന്റെ കാര്യത്തിൽ കുറച്ച് കർക്കശക്കാരിയാണ് അല്ലേ? സ്ട്രിക്റ്റ് ആണ്. എല്ലാം ഒരാളിൽ കാണാം. ഡാൻസ് മേഡവും പാടും. നാടിൻ നന്മകനെ പൊന്മകനെ ഞങ്ങൾ കണ്ണനായി വന്നവനേ ഭയമേ മാറിപ്പോയി അണ്ണൻ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാവരും കൊല്ല ഇവരെ തൊഴുവാണത്ത്. പിന്നെ മേഡം ഇത് പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കുന്ന ആളാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇങ്ങനെ കലാപരിപാടികൾ പങ്കെടുക്കുമായിരുന്നു? കലാപരിപാടികളിൽ പങ്കെടുക്കില്ലായിരുന്നു. സ്കൂളിലുള്ള പരിപാടികളിലൊക്കെ നന്നായിട്ട് കൂടുമായിരുന്നു. പക്ഷേ നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്ത് ഞങ്ങൾ കലാപരിപാടി ഞങ്ങൾ അയക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ അത് വളരെ റെസ്ട്രിക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളിൽ പിന്നെ വീട്ടിനകത്ത് ഞങ്ങളായിട്ട് ചെറിയ ടെൻ്റൊക്കെ സാരിയൊക്കെ കൊണ്ട് ടെൻ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തം